നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മാവും പ്ലാവും ചക്കയും പേരയുമൊക്കെയായി ധാരാളം ഫലവൃക്ഷങ്ങൾ കേരളത്തിലുണ്ട്. ജനമനസ്സുകളെ സ്വാധീനിക്കുന്നതാണ് അവ. എന്നാൽ കടൽ കടന്നെത്തുന്ന വിദേശ പഴങ്ങളും ധാരാളമായി ഇപ്പോൾ കേരളത്തിലെത്തുന്നുണ്ട്. റംബുട്ടാനും പുലാസാനും ദുരിയാനും മാംഗോസ്റ്റീനുമൊക്കെയാണ് അക്കൂട്ടത്തിലെ മാതൃകകൾ. ക്ലാസിക്കൽ എയർ ലെയറിംഗ്, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ് തുടങ്ങി നിരവധി സാങ്കേതിക വിദ്യകൾ ഇന്ന് ഫലവൃക്ഷങ്ങളുടേതായി ഉണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് കായ്ക്കുന്ന ഫലവൃക്ഷങ്ങൾ നേരത്തെ കായ്പ്പിക്കാൻ ഉതകുന്നവയാണ് ഇവ. അത്തരം പ്രക്രിയകൾ ഇപ്പോൾ കാണാം. ഒപ്പം കോക്കനട്ട് നഴ്സറിയുടെ വിശേഷങ്ങളും. ഹരിതം സുന്ദരം അഞ്ചൽ കോട്ടുക്കൽ കൃഷി ഫാമിൽ നിന്നും. കൊല്ലത്തിന്റെ കിഴക്കൻ മലയോരം കാഴ്ചകളാൽ സമൃദ്ധമാണ്. ആ കാഴ്ചകൾക്ക് പൊന്തൂവലൊരുക്കുന്ന മറ്റൊരിടമുണ്ട്. കൊല്ലത്തെ അഞ്ചൽ കോട്ടുക്കൽ കൃഷിത്തോട്ടം. 1971 സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച കൃഷിത്തോട്ടങ്ങളിൽ ഒന്നാണ് കൊല്ലത്തെ അഞ്ചൽ കൃഷിത്തോട്ടം. കോട്ടുക്കൽ ഫാം എന്ന പേരിലാണ് നാട്ടുകാരുടെ ഇടയിൽ കൃഷിത്തോട്ടം കീർത്തി നേടിയത്. കൊല്ലത്തെ ചടയമംഗലം ബ്ലോക്കിലെ ഇട്ടിവ പഞ്ചായത്തിലാണ് കോട്ടുക്കൽ കൃഷിത്തോട്ടം. ഇന്ന് സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഏറ്റവും വലിയ കൃഷിത്തോട്ടമാണ് അഞ്ചൽ കോട്ടുക്കൽ കൃഷിത്തോട്ടം. 1996 കൃഷിത്തോട്ടം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു. എണ്ണമറ്റ വികസന പ്രക്രിയകൾക്കാണ് തുടർന്ന് ഫാം സാക്ഷ്യം വഹിച്ചത്. പൂങ്കാവനങ്ങളും പൂമരങ്ങളുമൊക്കെയായി വലിയ ഒരു ക്യാമ്പസ് തന്നെയുണ്ട് അഞ്ചൽ ജില്ലാ കൃഷിത്തോട്ടത്തിൽ. കണ്ണെത്താ ദൂരത്തോളം പച്ച പുതച്ച് കിടക്കുന്ന പുൽമേടുകൾ. വീട്ടുമുറ്റത്ത് പഴത്തോട്ടമൊരുക്കുന്ന ആരെയും ആകർഷിക്കുന്ന ഒന്നാണ് ഫാമിലെ ഫലവർഗ നഴ്സറി. തെങ്ങിൻ തൈകൾക്കായി വിശാലമായ കൂടാരങ്ങൾ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫാമിനെ ആശ്രയിക്കുന്നത് തെങ്ങിൻ തൈകൾക്ക് വേണ്ടിയാണ്. ജില്ലാ കൃഷിത്തോട്ടം കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും മനസ്സിൽ സ്ഥാനം പിടിക്കാൻ ചില കാരണങ്ങളുണ്ട്. തൈകളുടെ ഗുണനിലവാരമാണ് അതിൽ പ്രധാനം. ഇതാ ഫാമിലെ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ് തുടങ്ങിയ പ്രക്രിയകളിലേക്ക് നോക്കൂ. ഒന്നന്തരം പരിശീലനം സൃഷ്ടിച്ച ജീവനക്കാരാണ് ഇതൊക്കെ ചെയ്യുക. ഫലമോ അത്യുൽപാദന ശേഷിയുള്ള ഫലവൃക്ഷ തൈകളും തെങ്ങിൻ തൈകളുമൊക്കെ ഫാമിൽ ഉണ്ടായി വരും. മാവും പ്ലാവും പേരയും ചാമ്പയുമൊക്കെയാണ് പ്രധാന ഇനങ്ങൾ. ഏറ്റവും കൂടുതൽ പേർ അന്വേഷിച്ചു വരുന്നതും മാവിനും പ്ലാവിനും പേരയ്ക്കുമൊക്കെ തന്നെ. മാവിൻ തൈകളുടെ വിശാലമായ ഒരു ഹൗസിലേക്ക് ചെന്നു. മല്ലികയും കൊയ്ത്തൂർക്കോണവും മൽഗോവയുമൊക്കെയുണ്ട്. ജനപ്രിയ മാവിൻ തൈകളുടെ ഒരു കൂടാരമാണ് ഇത്. മാവിൻ തൈകൾക്ക് പ്രകൃതിയുടെ താടനമേൽക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയുണ്ട്. മാവിൻ തൈകളുടെ ഗ്രാഫ്റ്റിംഗ് പ്രത്യേക രീതിയിലാണ്. എപ്പിക്കോട്ടയിൽ ഗ്രാഫ്റ്റിംഗ് എന്ന നൂതന പ്രക്രിയയാണ് ഇവിടെ അവലംബിക്കുന്നത്. ഉന്നതമായ ഫലം തരുന്ന മാതൃവൃക്ഷങ്ങളുടെ കുഞ്ഞു സസ്യങ്ങളെ ഉണ്ടാക്കുക എന്നതാണ് രീതി. എപ്പിക്കോട്ടയിൽ ഗ്രാഫ്റ്റിംഗ് തന്നെയാണ് ഇതിന് ഏറ്റവും യോജിച്ചത്. മാവിൻ തൈകളുടെ ഗ്രാഫ്റ്റിംഗിൽ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, മാതൃവൃക്ഷങ്ങളുടെ കമ്പ് അഥവാ സയോണാണ്. മികച്ച മാതൃവൃക്ഷങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും ചില രീതികളുണ്ട്. 5 വർഷം മുതൽ 30 വർഷം വരെ തുടർച്ചയായി കായ്ച്ച് നല്ല ഫലഭാരം തന്ന വൃക്ഷങ്ങളെയാണ് ഇതിനായി തിരഞ്ഞെടുക്കുക. അത്തരത്തിലുള്ള മാവ് വൃക്ഷങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ തന്നെ ആരംഭിക്കുന്നു ഗുണനിലവാരം. മാതൃവൃക്ഷങ്ങളുടെ കമ്പ് അഥവാ സയോൺ അതിൽ നിന്നാണ് ശേഖരിക്കുക. പെൻസിൽ വണ്ണത്തിലുള്ള കമ്പുകളാണ് ഗ്രാഫ്റ്റിങ്ങിന് നല്ലത്. രണ്ടാമതൊന്ന് റൂട്ട് സ്റ്റോക്കാണ്. മാങ്ങേണ്ടി മുളപ്പിച്ച് നാടൻ മാവിൻ തൈ ഉണ്ടാക്കും. അതിലേക്കാണ് മാതൃവൃക്ഷ കമ്പുകൾ അഥവാ സയോൺ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക. മൂന്നാമത് ഗ്രാഫ്റ്റ് കത്തിയും ഗ്രാഫ്റ്റ് ടേപ്പും. ഗ്രാഫ്റ്റ് കത്തിയിലാണ് എല്ലാ രസതന്ത്രവും ഒളിക്കുന്നത്. നന്നായി മുറിക്കാനും തൊലി അടർത്താനും മുകുളം ചെത്താനുമൊക്കെ ഗ്രാഫ്റ്റ് കത്തി ഉപയോഗിക്കാം. ഗ്രാഫ്റ്റ് ടേപ്പ് ആകട്ടെ വെള്ളം തീരെ ഉള്ളിലേക്ക് കടക്കാതെയും എന്നാൽ ഉള്ളിലെ ആർദ്രത നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന പ്ലാസ്റ്റിക് വള്ളികളാണ്. ഇനി ഗ്രാഫ്റ്റിംഗ് പ്രക്രിയയിലേക്ക് കടക്കാം.
റൂട്ട് സ്റ്റോക്ക് അഥവാ മാങ്ങേണ്ടി മുളപ്പിച്ച നാടൻ മാവിൻ തൈകൾ 4 ഇഞ്ച് ഉയരത്തിൽ മുറിച്ചു മാറ്റും. തവാരണ കവരൽ മണ്ണിൽ നിന്ന് 4 ഇഞ്ച് പൊങ്ങി നിൽക്കത്തക്ക രീതിയിലാണ് മുറിക്കൽ. ഇനി സയോൺ അഥവാ മാതൃവൃക്ഷ കമ്പിനെ പരുവപ്പെടുത്തുകയാണ്. 5 വർഷം മുതൽ 30 വർഷം വരെ കായ്ച്ച് നല്ല ഫലസമൃദ്ധി തന്ന മാവിൽ നിന്ന് പെൻസിൽ വണ്ണത്തിലുള്ള മാതൃവൃക്ഷ കമ്പുകൾ എടുത്താൽ അതിന്റെ ചുവട് ആപ്പ് ഷേപ്പിൽ പരുവപ്പെടുത്തുകയാണ് രീതി. ഇതിനായി ഗ്രാഫ്റ്റ് കത്തിയിൽ ഇത് നന്നായി ചെത്തിയെടുക്കും. ഇരുവശവുമാണ് ചെത്തൽ. ചെത്തിക്കൂർപ്പിച്ചാൽ അതിന്റെ അഗ്രം വരെ ഇരുവശവും മാവിന്റെ ചർമ്മം അഥവാ തൊലി ഉണ്ടാകുന്ന രീതിയിലാണ് ചെത്തി മിനിപ്പിക്കൽ. ഇനി റൂട്ട് സ്റ്റോക്കിന്റെ ഒത്ത മധ്യത്തിൽ ഗ്രാഫ്റ്റ് കത്തി കൊണ്ട് 3 ഇഞ്ച് താഴെ വരെ ഒരു മുറിവ്, അത് നെടുകെ കയറുകയാണ്. അതിലേക്കാണ് തുല്യ കനമുള്ള ആപ്പ് അഥവാ മാതൃവൃക്ഷ കമ്പ് ഇറക്കി വെക്കുക. ഇങ്ങനെ ചെത്തിക്കൂർപ്പിച്ച മാതൃവൃക്ഷ കമ്പ് അഥവാ സയോൺ അതിൽ കൈതൊട്ട് അശുദ്ധമാകാൻ പാടില്ല. ഇരു സൈഡിലും തൊലിയുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആപ്പ് ബി ആകൃതിയിലുള്ള പിളർപ്പിലേക്ക് ഇറക്കി വെച്ചാൽ പിന്നീട് ഗ്രാഫ്റ്റ് ടേപ്പ് ചുറ്റാം. ഇങ്ങനെ ഇറക്കി വെക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും. ഏതെങ്കിലും ഒരു വശം കൃത്യമായ തലോടലിലും ഉറപ്പിക്കലിലും ചേർത്ത് മിനുസപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഭാഗം മുഴച്ചു നിൽക്കാൻ പാടില്ല. മറുഭാഗത്തെ ശ്രദ്ധിക്കുകയേ വേണ്ട. ആപ്പ് കൃത്യമായി നടുവിൽ മുറിച്ച ബി ആകൃതിയിൽ മുറിച്ച നാടൻ മാവിൻ കമ്പിലേക്ക് ഇറക്കി വെച്ചാൽ ഏതെങ്കിലും ഒരു വശം നന്നായി ചേർത്ത് ബന്ധിപ്പിച്ച് മിനുസപ്പെടും. അടിയിൽ നിന്ന് മുകളിലേക്കാണ് ഗ്രാഫ്റ്റ് ടേപ്പ് ചുറ്റി. ഒന്നിനു മുകളിൽ മറ്റൊന്നായി ചുറ്റി മുകളിൽ കൊണ്ടെത്തിക്കും. മുകളിൽ ഒറ്റക്കെട്ടാണ്. ഗ്രാഫ്റ്റ് ടേപ്പ് ആ രീതിയിൽ പരുവപ്പെട്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ശേഷം സിപ്പപ്പിന്റെ കവറുകൾ വെള്ളത്തിൽ നനച്ച് തലകീഴായി അതിന് മുകളിലേക്ക് തൂക്കിയിടും. ചില തൈകൾക്ക് വളർച്ചയ്ക്ക് പാകത്തിലുള്ള ആർദ്രത കിട്ടാൻ വേണ്ടി കൂടിയാണ് ഇത്. 15-ാം ദിവസം മുതൽ തന്നെ മുള പൊട്ടിത്തുടങ്ങും. ഇലകൾ വന്ന് നന്നായി പൊട്ടിയാൽ 2 മാസത്തോളം വളർച്ചയാണ്. 2 മാസം എത്തിയാൽ എല്ലാം നീക്കി കെട്ടിയ വള്ളി അഴിച്ചു മാറ്റാം. പിന്നീട് അത് 1-ാം തരം വൃക്ഷമായി വളർന്നു. മറ്റൊരു പ്രക്രിയയാണ് ബഡ്ഡിംഗ് അഥവാ മുകുളനം. പ്രധാനമായും പ്ലാവിൻ തൈകളിലാണ് ഇത് ചെയ്യാറ്. മുട്ടൻ വരിക്കയും സിന്ദൂര വരിക്കയും ഗംലെസ്സും സീഡ്ലെസ്സും ഒക്കെ ഫാമിലുണ്ട്. വിയറ്റ്നാം എയർലിക്കാണ് ഏറെ ഡിമാൻഡ്. വിയറ്റ്നാം സൂപ്പർ എയർലിയിൽ ബഡ്ഡിംഗ് ഫലപ്രദം തന്നെ. ബഡ്ഡിംഗ് അഥവാ മുകുളനത്തിനും ചില രീതികളുണ്ട്. കേമ്പിയത്തിന്റെ വളർച്ച പരുവപ്പെടുത്തുകയാണ് ആദ്യ രീതി. നാടൻ മാവിൻ തൈകളുടെ കേമ്പിയ വളർച്ച നന്നാക്കണം. ഇലകൾ ഒന്നൊന്നായി കോതി മെച്ചപ്പെടുത്തുകയാണ് ആദ്യപടി. കേമ്പിയം വളർച്ച താഴെ കേന്ദ്രീകരിക്കാനാണ് അങ്ങനെ ചെയ്യുക. ഇനി 6 ഇഞ്ച് ഉയരെ തൊലി മുറിക്കൽ. തൊലി പൂർണ്ണമായും എടുത്ത് കളയുന്ന രീതിയില്ല. ചെറിയ പേഴ്സിന്റെ മാതൃകയിലേക്ക് തൊലി തുറന്നു വയ്ക്കും. ഒരു ഭാഗത്തു നിന്നും തൊലി ഗ്രാഫ്റ്റ് കത്തിയാൽ അടർത്തിയാൽ താഴെ എത്തുമ്പോഴേക്കും ഒരു പേഴ്സ് ഇരിക്കുന്ന രീതിയിൽ ചെറുഭാഗം നിലനിർത്തും. ഇനി മുകുളം ശേഖരിക്കലാണ്. സയോൺ അഥവാ മാതൃവൃക്ഷങ്ങളിൽ നിന്ന് മുകുളം ശേഖരിക്കും. ചാരക്കളറിലും പച്ചക്കളറിലുമുള്ള മുട്ടുകളുണ്ട്. ഇതിന് ഇടയിൽ നിന്നാണ് നല്ല മുകുളം ശേഖരിക്കുക. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണിത്. ഗ്രാഫ്റ്റ് കത്തിയാൽ വളരെ മൃദുവായി ആ ചർമ്മത്തെ മുറിച്ച് മുകുളം ഉൾപ്പെടുന്ന ഭാഗം അടർത്തിയെടുക്കണം. മുകുളത്തിൽ പിടിച്ചാൽ അത് പുറത്തേക്ക് എളുപ്പത്തിൽ വരും. തിരികെ തിരിച്ച് സുഷിരങ്ങളും അടയാളങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മുകുളം ബഡ് ചെയ്യാൻ തയ്യാറായി എന്നർത്ഥം. മുകുളത്തിന്റെ തൊലി കൂടി പേഴ്സിന്റെ ഭാഗത്ത് വെച്ച് ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്യുകയാണ് അടുത്ത പടി. ടൈറ്റ് ചെയ്യാനായി ഗ്രാഫ്റ്റ് ടേപ്പ് തന്നെ ഉപയോഗിക്കും. മുകുളം ചേർത്ത് അങ്ങനെ കെട്ടിയാൽ തണ്ട് നീളത്തിൽ കട്ട് ചെയ്യാൻ പരുവമാണ്. മുകുളത്തിന് വായു കിട്ടാൻ വേണ്ടി മുകുളത്തിന്റെ മുകളിൽ കൂടി തന്നെയാണ് കെട്ടൽ. 25 ദിവസം കഴിഞ്ഞ് കെട്ടഴിച്ചു നോക്കിയാൽ മുകുളം പച്ച കളറിൽ ഇരിക്കണം. അങ്ങനെയെങ്കിൽ മുകുളനം അഥവാ ബഡ്ഡിംഗ് വിജയിച്ചു എന്നർത്ഥം. 5 ദിവസത്തെ നന പ്രധാനമാണ്. മുകളിൽ വെച്ച് മുറിച്ചു മാറ്റിയാൽ പിന്നീട് വളർച്ച ത്വരിതഗതിയിലാണ്. കൊല്ലം അഞ്ചൽ ജില്ലാ കൃഷിത്തോട്ടത്തിലെ കൃഷി ഓഫീസർ ആര്യ നമ്മോടൊപ്പം ഉണ്ട്. ആര്യയുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ആര്യ. നമസ്കാരം സർ. ഈ അഞ്ചൽ കോട്ടിക്കൽ ഫാമിനെ കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാണുന്നത് 1-ാം തരം ഒരു ഫലവൃക്ഷത്തോട്ടം, അവിടെ നിന്ന് നല്ല ഫലവൃക്ഷ തൈകൾ ഇതൊക്കെ കർഷകർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ ഇത് ആളുകളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ ഫാമെന്ന നിലയിൽ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ട്, തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് വിവിധ തരത്തിലുള്ള, അതായത് ഫലവൃക്ഷങ്ങളിൽ നിന്ന് നമ്മൾ ഫലവൃക്ഷങ്ങളുടെ തൈകൾ കൊടുക്കുമ്പോൾ മെയിനായിട്ടും ഗ്രാഫ്റ്റ് ലെയറുകൾ, പിന്നെ ചില തരത്തിലുള്ള ഫലവൃക്ഷങ്ങളുടെ തൈകളും കൊടുക്കാറുണ്ട്. അതിൽ പിന്നെയുള്ളത് ഗ്രാഫ്റ്റിംഗ് നമ്മുടെ തന്നെ ലേബേഴ്സ് ചെയ്യുന്ന ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഗ്രാഫ്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ലെയറുകളാണ് മെയിനായിട്ടും കൊടുക്കുന്നത്. അതും അത്യുൽപാദന ശേഷിയുള്ളതും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള തൈകളാണ് ഇവിടെ നിന്ന് കൊടുത്തു വരുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഫലവൃക്ഷ തൈകളാണ് ഈ ഫാമിൽ നൽകുന്നത്? സാർ, ഇവിടുന്ന് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് മാവ്, പ്ലാവ്, അതാണ് മെയിനായിട്ടും ഗ്രാഫ്റ്റ്. മാവ്, പ്ലാവ്, സപ്പോട്ട എന്നിവിടെ ഗ്രാഫ്റ്റുകൾ. പിന്നെ ലെയറുകളാണെങ്കിൽ പേര, നാരകം, ചെറി, അതുപോലുള്ള ലെയറുകളും നമ്മൾ ഇവിടുന്ന് കൊടുത്തു വരുന്നുണ്ട്.
പിന്നെ കുടംപുളി അതുപോലുള്ള ഗ്രാഫ്റ്റുകൾ ഇവിടെ തന്നെ ചെയ്യുന്നത് നമ്മൾ ഗുണമേന്മയുള്ളത് കൊടുത്തു വരുന്നു. ഇപ്പോൾ ഫലവൃക്ഷ തൈകൾ വെക്കുന്നവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു വൃക്ഷം പ്ലാവാണ്. വിയറ്റ്നാം ഏർലി ഉൾപ്പെടെയുള്ള ധാരാളം പ്ലാവുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അതെ, വിയറ്റ്നാം, അതായത് പുതിയ തരത്തിലുള്ള, അതായത് നമ്മുടെ പഴയ തരത്തിൽ മുട്ടം വരിക്ക അതുപോലുള്ള തരത്തിലുള്ള വരിക്കകൾ. പിന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്നത് വിയറ്റ്നാം സൂപ്പർ ഏർലിയാണ്. പുതിയ തലമുറയിലെ ഒരു വെറൈറ്റിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ തന്നെ മാതൃവൃക്ഷ തോട്ടങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് മാതൃവൃക്ഷ തോട്ടങ്ങൾ ആവശ്യമാണല്ലോ. നമ്മുടെ വിദേശ ഫലവൃക്ഷ തോട്ടത്തിലടക്കം വിയറ്റ്നാം സൂപ്പർ ഏർലിയുടെ മാതൃവൃക്ഷ തോട്ടങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന സയോണും ബഡും ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ക്ലാസിക്കൽ എയർ ലെയറിംഗ് എന്നൊരു പ്രക്രിയ കൂടി ഫാമിലുണ്ട്. മികച്ച ഫലവൃക്ഷത്തൈകളുടെ, പ്രത്യേകിച്ചും പേരയും ചാമ്പയും ഉൾപ്പെടെയുള്ള ഫലവൃക്ഷത്തൈകൾ ഉണ്ടാക്കുവാൻ ക്ലാസിക്കൽ എയർ ലെയറിംഗ് എന്ന പ്രക്രിയയാണ് അവലംബിക്കുക. നന്നായി കായ്ക്കുന്ന ഫലവൃക്ഷങ്ങളുടെ തണ്ടിൽ വെച്ച് തന്നെ ഒരു ഭാഗം വേര് പിടിപ്പിച്ചെടുത്ത് മുറിച്ച് തൈകളാക്കുകയാണ് ഈ രീതി. പേരയിൽ ഇത്തരത്തിൽ ഒരു പരീക്ഷണം കണ്ടു. ആദ്യം ചെയ്യേണ്ടത് മികച്ച കമ്പ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പെൻസിൽ വണ്ണമാണ് ഇവിടെയും മാതൃക. തുടർന്ന് നല്ല റൂട്ടിംഗ് മിശ്രിതം അഥവാ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കും. അതിനായി മണ്ണ്, അരക്കപ്പൊടി, ചാണകപ്പൊടി, വെള്ളം ഇവ ചേർത്ത് കുഴച്ച് നല്ല ഒരു മിശ്രിതം തയ്യാറാക്കും. പോട്ടിംഗ് മിശ്രിതത്തിൽ വെള്ളം അമിതമാകരുത്. പിഴിഞ്ഞാൽ വെള്ളം വരണം, വിട്ടാൽ വെള്ളം വലിഞ്ഞ് അകത്തേക്ക് കയറണം. ഇതാണ് പരിവ്. പ്ലാസ്റ്റിക് കവറുകൾ തന്നെയാണ് ഇവിടെയും ആയുധം. അതിലേക്ക് പോട്ടിംഗ് മിശ്രിതം വെക്കണം. മികച്ച ഫലവൃക്ഷങ്ങളുടെ മികച്ച കമ്പ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 1 ഇഞ്ച് നീളത്തിൽ തൊലി വട്ടത്തിൽ മുറിച്ചു മാറ്റും. കാണ്ഡത്തിൽ ആഴത്തിൽ ഗ്രാഫ്റ്റ് കത്തി സ്പർശിക്കാതെ നോക്കണം. വളരെ ശ്രദ്ധാപൂർവം തൊലി അടർത്തി മാറ്റാം. തുടർന്ന് നടുവിൽ ചണം വെച്ച് ഒരു കെട്ട് കെട്ടണം. മുറിവിന്റെ കൃത്യം മധ്യത്തിൽ ഈ കെട്ട് കെട്ടിയാൽ പിന്നീട് അഥവാ തൊലിവളർച്ച സാധ്യമായാലും വേരുകൾ അവിടെ നിന്നും പൊട്ടി പുറപ്പെട്ടുള്ളൂ. അതിനാണ് മധ്യഭാഗത്ത് ഈ കെട്ട്. തൊലികൾ ഇരുവശത്തു നിന്നും പൂർണ്ണമായി വന്ന് അടഞ്ഞു ചേർന്നാലും കെട്ടുള്ളതുകൊണ്ട് ആ ഭാഗം തുറന്നു തന്നെ കിടക്കും. അവിടെ നിന്ന് പോലും വേരുകൾ പുതിയതായി കിളിർക്കും. പോട്ടിംഗ് മിശ്രിതം നിറച്ച പ്ലാസ്റ്റിക് കവറുകൾ നേരെ മുറിച്ച ഭാഗത്തിന് സമാന്തരമായി കൊണ്ടുവന്ന് പൊത്തിപ്പിടിച്ച് ഇരുവശവും കെട്ടുകയാണ് അടുത്ത പടി. ഭംഗിയായി കെട്ടി എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം പോരാ, കെട്ടിന്റെ നടുഭാഗത്തായി മറ്റൊരു കെട്ടുകൂടി വേണം. വേരുപടലം പൊടിച്ച് പൊടി പൊടിക്കുന്നത് 2 ആഴ്ചക്കുള്ളിൽ തന്നെ കാണാം. 1 മാസം കൊണ്ട് തന്നെ വെള്ളവേര് പൂർണ്ണമായും വന്ന് നിറയും. കെട്ട് എങ്ങോട്ടും തിരിയാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ രസതന്ത്രം. നടുവിൽ കെട്ടുള്ളത് കൊണ്ട് എങ്ങോട്ട് തിരിച്ചാലും കമ്പ് മാത്രം കറങ്ങുകയുള്ളൂ. പോട്ടിംഗ് മിശ്രിതം കറങ്ങില്ല. അതുകൊണ്ട് തന്നെ വേരുകൾ തീരെ പൊട്ടിപ്പോകും. 1 മാസം കഴിഞ്ഞ് വെള്ളവേര് പൂർണ്ണമായും വന്ന് നിറഞ്ഞാൽ മുറിച്ചു മാറ്റാം. പിന്നീടാണ് നടി. ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും എയർ ലെയറിങ്ങും ഒക്കെയായി പ്രവർത്തനം പുരോഗമിക്കുന്നു. ഫലവൃക്ഷങ്ങൾക്കാണ് ഇത്തവണ ഏറെ പ്രാധാന്യം ഫാം നൽകിയിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു തോട്ടത്തിലേക്ക് ചെന്നു. മികച്ച ചെടികളാണ് ഡ്രാഗൺ ചെടികൾ. ചൈനീസ് വ്യാളിയുടെ നഖങ്ങൾ പോലെയാണ് കാണ്ഡങ്ങൾ. ഡ്രാഗൺ തൈകളുടെ ഒരു നീണ്ട നിര തന്നെ ഫാമിലുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന് ഉയർന്ന ഡിമാൻഡുണ്ട്. ഫ്ലേവനോയിഡുകളും ലിനോലിലിക് ആസിഡുമൊക്കെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കനം. ബീറ്റാ സയാനിൻ എന്ന പ്രത്യേക ഉത്തേജകവുമുണ്ട്. കാലത്തെ വെല്ലുവിളിച്ച് പ്രായത്തെ തോൽപ്പിക്കുന്ന ഒന്നാണ് ബീറ്റാ സയാനിൻ. അതുകൊണ്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന് ധാരാളം ആരാധകരുണ്ട്. ഇപ്പോഴുള്ള പഴങ്ങളിൽ ഒന്നാന്തരം സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ് ഡ്രാഗൺ പഴം. നന്നായി കിളച്ച് അടിവളം ചെയ്യുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട് നടീലിന്റെ രീതി. കാലിവളവും കോഴിവളവും ഒക്കെ തന്നെയാണ് അടിവളം. അടിവളമിട്ട് 2 ആഴ്ച പിന്നിട്ടാൽ പിന്നീട് വേര് പിടിപ്പിച്ച ഡ്രാഗൺ തൈകൾ നടാം. ഏരിയൽ പ്രൊപ്പഗേഷൻ എന്ന രീതിയിലാണ് വേര് വളർച്ച. അതുകൊണ്ട് തന്നെ 5 ഇഞ്ച് വീതിയിലുള്ള കോൺക്രീറ്റ് തൂണുകളാണ് അതിന് ആധാരം. അത്തരം തൂണുകൾ മണ്ണിൽ 1.25 അടി കുഴിച്ചിട്ട് 6.5 അടി പുറത്തേക്ക് ഉയരത്തിൽ നിർത്തും. നല്ല നീർവാർച്ചയുള്ള മണ്ണുകൂടി വേണം ഡ്രാഗൺ തൈകൾ വളരാൻ. 2 ആഴ്ച പിന്നിട്ടാൽ വേര് പിടിപ്പിച്ച ഡ്രാഗൺ തൈകൾ ഏരിയൽ പ്രൊപ്പഗേഷൻ നടത്താൻ തുടങ്ങും. വേര് തൂണുകളെ കെട്ടിപ്പുണർന്ന് വരുമ്പോഴേക്കും നന്നായി കെട്ടിക്കൊടുക്കണം. 1 വർഷത്തിനുള്ളിൽ തന്നെ ഒരാൾ പൊക്കമെത്തും ഡ്രാഗൺ തൈകൾ. അങ്ങനെ എത്തിയാലാണ് അത് വളയാൻ തുടങ്ങുക. ഡ്രാഗൺ തൈകളുടെ വിരലുകൾ വളയാൻ തുടങ്ങിയാൽ പിന്നീട് അവയ്ക്ക് നിൽക്കാൻ റബ്ബർ ചുറ്റ് വേണം. ടയറുകളാണ് ഇതിന് ആശ്രയം. അങ്ങനെ വളർന്ന് ടയറിന് മുകളിൽ കൂടി താഴേക്ക് വളയാൻ തുടങ്ങുമ്പോഴേക്കാണ് അഗ്രഭാഗം പൂവിട്ട് തുടങ്ങുക. പിന്നീട് ഫലഭാരത്താൽ ഡ്രാഗൺ തൈകൾ കുനിഞ്ഞു വളരുന്ന കാഴ്ചയാണ് കാണുക. ഡ്രാഗൺ തൈകൾ അന്വേഷിച്ച് ധാരാളം ആവശ്യക്കാർ ഫാമിലെത്തുന്നുണ്ട്. അവർക്കൊക്കെയും കൈനിറയെ നൽകുവാൻ ഫാം അധികൃതർ തയ്യാറാണ് താനും. തെങ്ങിൻ തൈകൾക്കായി ഒരു ഒന്നാന്തരം നഴ്സറിയുണ്ട് ഫാമിൽ. സങ്കര ഇനം തെങ്ങ് പ്രദർശന തോട്ടം ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. വെസ്റ്റ് കോസ്റ്റ് സ്റ്റാൾ എന്ന WCT ആണ് പ്രധാന ഇനം. മലയൻ, ഓറഞ്ച് ഡാർഫും ഗ്രീൻ ഡാർഫും ഒക്കെ ഉണ്ട്. തേങ്ങാപാകി കിളിർപ്പിച്ചാണ് തെങ്ങിൻ തൈകൾ ഉണ്ടാക്കുക. ഫാമിലെ തെങ്ങിൻ തൈകൾക്ക് ഉയർന്ന ഡിമാൻഡ് തന്നെയുണ്ട്. കൃഷിഭവനുകൾക്കും പദ്ധതികൾക്കുമൊക്കെയായി തെങ്ങിൻ തൈകൾ പോവുക അഞ്ചൽ കൃഷിത്തോട്ടത്തിൽ നിന്നാണ്.
ഇപ്പോൾ ഗ്രാഫ്റ്റ് തൈകൾ അതോടൊപ്പം തന്നെ ക്ലാസിക്കൽ എയർ ലെയറിങ്ങൊക്കെ ചെയ്തിട്ടുള്ള ഈ തൈകൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുടെ ഒരു പ്രതികരണം എന്താ? നമ്മൾ കാരണം ഇവിടെ വരുന്നവർ തന്നെയാണ്, വരുന്നവരും അവരെ അറിഞ്ഞു കേട്ട് വരുന്നവരുമാണ് നമുക്കിവിടെ കൂടുതലായിട്ടും സെയിൽസിലേക്ക് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഗുണമേന്മ ഉള്ളതുകൊണ്ട് തന്നെയാണ് കസ്റ്റമേഴ്സ് തിരിച്ച് വീണ്ടും നമുക്ക് കർഷകരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഇവിടേക്ക് വീണ്ടും എത്തുന്നത് നമ്മുടെ ഗുണമേന്മയുടെ ഒരു കാരണം കൊണ്ട് കൂടിയാണ്. പുറത്ത് ധാരാളം നഴ്സറികൾ നമ്മളുമായി മത്സരിക്കാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫാം എന്ന നിലയിൽ എന്തുറപ്പാണ് കർഷകർക്ക് നൽകാൻ കഴിയുന്നത്? കർഷകർക്ക് നൽകാൻ കഴിയുന്ന ഉറപ്പെന്ന് പറയുന്നത് നമ്മൾ ഏതൊരു പ്ലാന്റിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഏതൊരു തൈ നമുക്കൊരു കർഷകന് കൊടുക്കുമ്പോൾ അതിൻ്റെ അത്യുൽപാദന ശേഷിയും ഗുണമേന്മയാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ തന്നെ മാതൃവൃക്ഷത്തോട്ടങ്ങൾ, നമ്മൾ സാങ്കേതികമായി പരിപാലിച്ച് വരുന്ന മാതൃവൃക്ഷത്തോട്ടങ്ങളിൽ നിന്ന് എടുക്കുന്ന സയോൺ അല്ലെങ്കിൽ ബഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ ആ ഉറപ്പ് നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഫലവൃക്ഷങ്ങളോടൊപ്പം തന്നെ ആളുകൾ ഏറ്റവും അധികം ഡിമാൻഡ് വെക്കുന്ന ഒന്നാണ് ഈ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വൃക്ഷമായ കേരവൃക്ഷം, തെങ്ങ്. അപ്പോൾ തെങ്ങിൽ ഏതൊക്കെ ഇനങ്ങളാണുള്ളത്? തെങ്ങിൽ നമ്മൾ മെയിനായിട്ടും തെങ്ങ് നമ്മുടെ അതായത് നമുക്ക് തെങ്ങുകളുണ്ട്. നമ്മൾ പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് സ്കീം, അതായത് കേരള കൃഷി വകുപ്പ് നടത്തിക്കൊണ്ട് വരുന്ന പദ്ധതിയിൽ നമുക്ക് കോഴിക്കോട് കുറ്റ്യാടി ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചു തരുന്ന വിത്ത് തെങ്ങുകൾ WCT, മെയിനായിട്ട് WCT ആണ്. WCT വിത്ത് തെങ്ങുകളാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് തരികയും അത് പാകി മുളപ്പിച്ച് തൈകളാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൃഷിഭവൻ വഴിയാണ് മെയിനായിട്ടും കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഫാമിൻ്റെ തന്നെ സെയിൽസ് കൗണ്ടർ വഴി ആ നിശ്ചിത കാലയളവിൽ നമ്മൾ കൊടുത്തു പോകുന്നു. പിന്നെ ഉള്ളത് കുള്ളൻ തെങ്ങുകളാണ്. കുള്ളൻ തെങ്ങുകൾ നമ്മുടെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വിത്ത് തെങ്ങുകൾ നമ്മളെ മലേഷ്യൻ യെല്ലോഡോഫ് അതുപോലുള്ള CYD COD പോലുള്ള കുള്ളൻ തൈകളും കൊടുത്തു വരുന്നു. ഏതൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണം, അതോടൊപ്പം തന്നെ സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ നിയന്ത്രണം, ഈ രണ്ടിൻ്റെയും കൂടെ നിയന്ത്രണം വരുമ്പോൾ ഈ ഫാമിൻ്റെ ഒരു സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതല്ലേ? അതെ, മെച്ചപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം നമുക്ക് വകുപ്പിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും കീഴിലുള്ള പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിച്ച് വരുന്നത്. 2 തരത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് വരുന്നുണ്ട്. അതിൽ തന്നെ പിന്നെ നമ്മൾ നേരിടുന്ന തൊഴിലാളി ക്ഷാമം എന്ന് പറയുന്നൊരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പദ്ധതികളെല്ലാം ഉള്ള തൊഴിലാളികളെ വെച്ചിട്ട് നമ്മൾ പദ്ധതികൾ ആവിഷ്കരിച്ച് കൊണ്ടുപോകുന്നെങ്കിലും കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ ഒരു അടുത്ത തലത്തിലേക്ക് ഫാമിനെ കൊണ്ടുപോകാൻ ഉറപ്പായിട്ടും ലേബർ സോഴ്സ് ഒരു മെയിൻ ഘടകം തന്നെയാണ്. അപ്പോൾ അതും കൂടെ ആ പോരായ്മ കൂടി പരിഹരിക്കാൻ കഴിയുകയാണെങ്കിൽ ഫാമിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനൊക്കെയും പുറമെയാണ് ഫാമിൽ ഈയിടെ വികസിപ്പിച്ച ഫാം ടൂറിസം പദ്ധതികൾ. പുറത്തുനിന്നും അകത്തുനിന്നുമൊക്കെ വിനോദസഞ്ചാരികൾ എത്തുന്നത് മഴനൃത്തം ആസ്വദിക്കുവാനും ആഡംബര സൗകര്യങ്ങളിൽ കിടന്നുറങ്ങുവാനുമല്ല. കൃഷിയെ സ്നേഹിക്കുന്നവരാണ് പലരും. അതുകൊണ്ട് തന്നെ പച്ചപ്പ് അവരുടെ കണ്ണിൽ നിറയണം. കൃഷി നേരിട്ട് വരുമാനം തന്നില്ല എന്നോർത്ത് വിലപിക്കേണ്ട. കൃഷിത്തോട്ടവും കൃഷിയുമൊക്കെ ഭംഗിയായി ഒരുക്കിയാൽ മടിശീല താനേ നിറഞ്ഞുകൊള്ളും. ആനയും മാനും നാട്ടുകോഴികളും വിശ്രമകേന്ദ്രങ്ങളും ഒക്കെ ഉൾപ്പെട്ടതാണ് ഫാം ടൂറിസം ഭൂമിക. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്നുണ്ട് ഫാമിലെ ടൂറിസം പദ്ധതികൾ കാണാൻ. മയിലമ്മമാർ അവർക്ക് വേണ്ടി നൃത്തം ചവിട്ടുവാനുണ്ട്. കാർമേഘം ആകാശത്ത് വരേണ്ട താമസം പീലി വിടർത്തി അവർ ആടി നിന്നുകൊള്ളും. സൗന്ദര്യഭൂമികയായി അനുദിനം കാഴ്ചക്കാരുടെ മനസ്സിലേക്കെത്തുന്ന ഫാമിന് നിരവധി വികസന സ്വപ്നങ്ങളുണ്ട്. ഫാമിലെ കൃഷി ഓഫീസർ ആര്യ പ്രതികരിച്ചു. അപൂർവം ഫാമുകൾക്കാണ് അതിൻ്റെ പ്രകൃതി ഭംഗി കൊണ്ടും അതോടൊപ്പം തന്നെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടുമൊക്കെ ഈ ഫാം ടൂറിസം ലെവലിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഫാം കൂടിയാണ് കോട്ടുകൽ ഫാം. എങ്ങനെ ഇരിക്കുന്നു ഇപ്പോഴത്തെ ഫാം ടൂറിസം നടപടികൾ? ഫാം ടൂറിസം ആദ്യഘട്ട നടപടികൾ പൂർത്തിയായതിൽ ലാൻഡ്സ്കേപ്പിംഗ് പോലുള്ള വർക്കുകളാണ് മെയിനായിട്ടും നടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫാമിൽ സന്ദർശിച്ചാൽ തന്നെ ഫാമിൻ്റെ ഒരു മുഖച്ഛായ മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ 2ാം ഘട്ടത്തിൽ ഫാം തിയേറ്റർ അതുപോലുള്ള വ്യൂ പോയിന്റുകൾ അങ്ങനെയുള്ള എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഇപ്പം തന്നെ നമുക്ക് സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ, പിന്നെ അതുപോലെ തന്നെ കാർഷിക ക്ലബ്ബ്, ചർച്ചകളിൽ നിന്നുള്ള കാർഷിക ക്ലബ്ബ്, മറ്റിടങ്ങളിൽ നിന്നുള്ളവയെല്ലാം അവരെല്ലാം നമുക്കിവിടെ വിസിറ്റ് ഇതറിഞ്ഞ് തന്നെ കേട്ട് വിസിറ്റ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രത്യേക ചാർജ് വല്ലതും ഈടാക്കുന്നുണ്ടോ അവർ വരെ സന്ദർശനത്തിന്? അതെ ഉണ്ട്. ഒരാൾക്ക് ഇപ്പോൾ ആദ്യഘട്ടമായതുകൊണ്ട് തന്നെ ഒരാൾക്ക് 10 രൂപ നിരക്കിലാണ് നമ്മൾ ഫീസ് ഈടാക്കുന്നത്. കമ്പോണൻറ്റ് കുറവായതുകൊണ്ട് 10 രൂപ നിരക്കിൽ വിസിറ്റ് നടത്തുന്നുണ്ട്. പിന്നെ 2ാം ഘട്ട വർക്ക് പുരോഗമിച്ച് വരികയാണ്. അപ്പോൾ ഒരു ദിവസം എത്രത്തോളം ആളുകൾ ഇങ്ങനെ സന്ദർശിക്കുന്നുണ്ട്? അത് ഓരോ ദിവസത്തെയും സ്കൂളുകൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. പിന്നെ അതല്ലാതെ ഫാമിലി, പിന്നെ ഫാം വിസിറ്റ്, അതായത് ഫാം അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് കൂടെ കണ്ടുപോകാൻ വരുന്ന സന്ദർശകർ നമുക്കുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഇപ്പം ഫലവർഗ സസ്യങ്ങൾ, അതോടൊപ്പം തന്നെ കോക്കനട്ട്, കേരവൃക്ഷമുണ്ട്, ഫാം ടൂറിസമുണ്ട്, ഇങ്ങനെ ഫാം ഓരോ ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൃഷി ഓഫീസർ എന്ന നിലയിൽ പ്രത്യേകിച്ചും ഈ ഫാമിൻ്റെ
സുദീർഘമായൊരു കാലം ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് ഇനി പാരിയുടെ മനസ്സിലൊരു സ്വപ്നം ഈ ഫാമിനെക്കുറിച്ച്? ഫാമിനെ പറ്റിയുള്ള സ്വപ്നം, കാരണം ഫാം ജില്ലാ കൃഷിത്തോട്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള പേരും പെരുമയേക്കാൾ കൂടുതൽ നമുക്ക് കർഷകർക്ക് നമ്മൾ നിലനിൽക്കുന്ന തന്നെ നമ്മുടെ ഫാമിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഗുണമേന്മയുള്ള വിത്തുകളും തൈകളും കർഷകർക്ക് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഗുണമേന്മയുള്ളതായ വിത്തുകളും തൈകളും ഫാമിൽ നിന്ന് കൊടുക്കാൻ കഴിയുക, അതുതന്നെയാണ് ആദ്യത്തെ ലക്ഷ്യം. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയതായിട്ടുള്ള വിദേശ ഫലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ നമ്മൾ നോക്കിയിട്ട് അത് തൈകളാണോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റുകളാണോ കൊടുക്കാൻ കഴിയുന്നത്, ഗുണമേന്മയുള്ള ഗ്രാഫ്റ്റുകളും തൈകളും കൊടുക്കുക. പിന്നെ ഫാം ടൂറിസം പോലുള്ള പദ്ധതികൾ ഇപ്പം നടക്കുന്ന വർക്കുകൾ പുരോഗമിച്ചുകൊണ്ട് കുറച്ചും കൂടെ സന്ദർശകരെയും അതുപോലെ തന്നെ മെയിനായിട്ടും അഗ്രികൾച്ചർ ആക്ടിവിറ്റി കണ്ടുപഠിക്കാൻ വരുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മധുരമേറെയുണ്ടെങ്കിലും പഴങ്ങളുടെ മധുരം തിരുമധുരം തന്നെയാണ്. വൃക്ഷം എത്രയുണ്ടായാലും കേരവൃക്ഷം കൽപ്പവൃക്ഷമാണ്. കൽപ്പവൃക്ഷങ്ങൾക്കും ഫലവൃക്ഷങ്ങൾക്കും കുടപിടിക്കുന്ന ജില്ലാ കൃഷിത്തോട്ടത്തിനായി നേരാം ഭാവുകങ്ങൾ.